ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. അവൻ മറുപടി പറഞ്ഞു, എനിക്ക് മനസ്സില്ല. എന്നാൽ പിന്നീട് മനസ്സ് മാറ്റി അവൻ പോയി. അവൻ രണ്ടാമന്റെ അടുത്ത് ചെന്ന് ഇതുപോലെ തന്നെ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പോകാം പിതാവേ. പക്ഷെ അവൻ പോയില്ല. ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, ഒന്നാമൻ. ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്തെന്നാൽ യോഹന്നാൻ നീതിമാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനെ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനെ വിശ്വസിക്കത്തക്ക വിധം പിന്നീട് മനസ്സ് മാറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലെ ചെറുപ്പക്കാരുടെ ഒരു ക്യാമ്പിൽ ബൈബിൾ അധിഷ്ഠിതമായ സ്കിറ്റ് നടത്താനായിട്ട് അവസരം കൊടുത്തു. അവർ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയ ശേഷം അവതരിപ്പിച്ചു. ഒരു സ്കിറ്റിൽ നല്ല സമ്പ്രദായൻ്റെ കഥ അവതരിപ്പിച്ചിട്ട് അവർ കാണിച്ചു. അതായത് നല്ല സമ്പ്രദായനെ കാണാൻ വന്നവർ, വഴിയെ പോയവർ അവരുടെ കൊള്ളക്കാരടിച്ച് മാറ്റി, കൂടാതെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുടെ അടിച്ച് മാറ്റിക്കൊണ്ട് പോയി. അന്നത്തെ കാലത്തെ ആളുകളെ പറ്റിയാണ് അവർ അവതരിപ്പിക്കുക. അതുപോലെ വേറൊന്ന് പാപിനിയായ സ്ത്രീ അവളെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നു. ഈശോ അവിടെ കുനിഞ്ഞിരുന്ന് എഴുതുന്നു. അതിനുശേഷം ഈശോ പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അപ്പോൾ നമുക്കറിയാം ബൈബിളിൽ ചെയ്തത് ആളുകൾക്കെല്ലാം വന്നവർക്കെല്ലാം കുറ്റബോധം ഉണ്ടായി. കാരണം തങ്ങളും പാപികളാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി അവരെ കല്ലിട്ടിട്ട് അവരവിടെ പോയി. എന്നാൽ ഈ ചെറുപ്പക്കാർ അവതരിപ്പിച്ചത് അവരെല്ലാവരും കൂടെ പരസ്പരം പറഞ്ഞു, അഹോ നമുക്കെന്നാ പാവമായിരിക്കുന്നത്, അവരെല്ലാം കൂടെ കൂടി അവിടെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ, അതായത് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത, എനിക്കൊരു കുറ്റവുമില്ല, പിന്നെ ഈ ലോകത്തിൽ കാണുന്ന ബാക്കിയുള്ളവർക്കെല്ലാം കുറ്റങ്ങളുമാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ, പാപബോധമില്ലാത്ത അവസ്ഥ. ഇതായിരുന്നു നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ. എല്ലാവരും അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്നുള്ള ഒരു വിചാരം. അപ്പൊ അതുകൊണ്ട് ആർക്കും ഒരു കുറ്റബോധവും ഇല്ല. എന്നാലും അവിടെ ഒറ്റപ്പെട്ടു നിന്നത് നോഹ മാത്രമാണ്, നോഹയും നോഹയുടെ കുടുംബവും. ഇതുപോലെ തന്നെയായിരുന്നു പണ്ട് മെസപ്പൊട്ടേമിയയിൽ അല്ലെങ്കിൽ പൂർണ്ണ ദേശത്ത് അവിടുത്തെ ജനങ്ങളെല്ലാം വിഗ്രഹാരാധകരായി, പാപികളായി. പക്ഷെ അബ്രാഹാം എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ദൈവം തിരഞ്ഞെടുക്കാനായിട്ട് നീതിമാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് സ്വതോം ഗൊമോറയിൽ എല്ലാവരും പാപികളാണ്. ഇനി അവിടെ അടുത്ത് ചെന്ന് വചനം പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ നന്നാക്കാൻ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് ലോത്തിനെയും കുടുംബത്തെയും മാറ്റിയിട്ട് ബാക്കിയുള്ളവരെ അഗ്നിയും ഗന്ധകവും ഇട്ട് എല്ലാവരും നശിപ്പിച്ച് കളയുന്ന അവസ്ഥ. ഇന്ന് ആ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് സാന്ദർഭികമായിട്ട് യൂട്യൂബിൽ ഈ തമിഴ് എന്ന് പറയുന്ന ഒരു ഷോ കാണുകയുണ്ടായി. അത് SK എന്ന് പറയുന്ന ആളാണ്, ശ്രീകണ്ഠൻ നായരാണ് അവതരിപ്പിക്കുക. അപ്പൊ അതിനകത്ത് ഇത് ലിവിങ് ടുഗദർ വേണോ, അറേഞ്ച്ഡ് അല്ലെങ്കിൽ റെഗുലർ മാരേജ് വേണോ എന്നുള്ള ഡിബേറ്റ് ആണ് നടക്കുക. അതിൽ കുറച്ച് പ്രായമുള്ള ആളുകൾ തന്നെ ഒരു പുരുഷനും സ്ത്രീയും വന്നിരുന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ തങ്ങളിൽ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ ദൃഢികളെ പോലെ ജീവിക്കുന്നു, 5ാമത്തെ പെണ്ണാണ് ഇവള്, പക്ഷെ എനിക്ക് 6ാമത്തത് വേറെ ഉണ്ട്, അതിന്റെ പേര് ബെസ്റ്റീന അല്ലെങ്കിൽ ബെസ്റ്റീന, അതായത് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വേറെ ഉണ്ട് ഒരേ സമയം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇവിടെ ഉപേക്ഷിക്കും, അവിടെ ഇഷ്ടപ്പെട്ടില്ല അവിടെ എന്നെ ഉപേക്ഷിക്കും, ദാറ്റ്സ് ഓക്കെ, കല്യാണം വേണ്ട. അപ്പം മൃഗങ്ങളെ പോലെ തന്നെ ജീവിക്കുന്ന അവസ്ഥാവിശേഷം ഇപ്പൊ നാട്ടിൽ പോലും ഈ ഒരു അവസ്ഥാവിശേഷമായി. ഇപ്പൊ ചെറുപ്പക്കാരും പിള്ളേർ പോലും അവർക്ക് ബെസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിത് ആദ്യമായിട്ട് വാക്ക് കേൾക്കുന്നത് പോലെ, അതായത് ലൈംഗികമായിട്ട് ഒരേ സമയത്ത് ഒന്നിലധികം ആളുകളുമായിട്ട് പോലും ബന്ധപ്പെടുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടാകുന്ന അവസ്ഥ. അപ്പൊ ഇത് അവരെപ്പറ്റ കാര്യം പറയാൻ ഇവിടുത്തെ അവസ്ഥ എന്താ? എത്രയോ പേര് ലിവിങ് ടുഗദറായിട്ട് കഴിയുന്നു. അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും ഒന്നിച്ച് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചാലും അല്ലെങ്കിൽ പ്രത്യേകം അപ്പാർട്ട്മെന്റിൽ താമസിച്ചാലും കുഴപ്പമില്ല. ഞാനത് പറഞ്ഞാൽ എനിക്ക് വെച്ചാൽ വണ്ടി പോകുന്നത് കേട്ടോ, അച്ഛൻ ഏതാണ്ട് പക്ക കൺസർവേറ്റീവ് ഇതിപ്പോ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് പാമ്പല്ലാതാകുന്നില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിരവധി നിവാസികൾ വിജാതിയിലായ ആളുകളായിരുന്നു. അവരുടെ അടുക്കലേക്ക് യോനാ പ്രവാചകനെ അയച്ചു. അവർ ഒരു കാരണവശാലും മാനസാന്തരപ്പെടിയാണെന്ന് വിചാരിച്ചു. പക്ഷേ അവരോട് യോനാ പ്രവാചകൻ അതേ പറഞ്ഞുള്ളൂ, 40 ദിവസത്തെ സമയം തരും, അത് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ നശിപ്പിക്കും. മാനസാന്തരപ്പെടാനൊന്നും പറഞ്ഞില്ല, 40 ദിവസം സമയം തരും, അതിനുശേഷം നിങ്ങൾ നശിപ്പിക്കപ്പെടും. അവർക്ക് കാര്യം മനസ്സിലായി.
ഉടനെ അവരെന്ത് ചെയ്തു? അവരെല്ലാവരും പശ്ചാത്തലിച്ചു. അവര് ചാരത്തിലിരുന്നു. അവരുടെ രാജാവ് ഉൾപ്പെടെ അവരുടെ നല്ല വസ്ത്രങ്ങൾ മാറി ചാക്കുവസ്ത്രം ധരിച്ചു. പക്ഷേ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താണ്? ശകലം കഴിയുമ്പോൾ ഞങ്ങൾ കുരിശ് വരയ്ക്കും. അത് ചാരം കൊണ്ട്. ഈ ആചാരം കൊണ്ട് മാത്രം നമ്മൾ നന്നായില്ല. നിരുപേദവാസികൾ പറഞ്ഞു, ഞങ്ങളുടെ തെറ്റുകളെ ഇനി തിരുത്താൻ പോവുകയാണ്. ഞങ്ങളുടെ പാപത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ വഴി വിട്ടിട്ട് ഞങ്ങൾ ദൈവത്തിന്റെ വഴിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദൈവം നിശ്ചയിച്ച ശിക്ഷ ഒഴിവാക്കുകയും ആ വിജാതിയിൽ രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നത്. രണ്ടു തരം ആളുകളുണ്ട്. അതായത് ഒരുവരോട് പറഞ്ഞ പോയി പണിയാൻ പറഞ്ഞു, പറ്റിയാലെന്ന് പറഞ്ഞു. പക്ഷെ കുറെ കഴിയുമ്പോൾ അവൻ മനസ്സാന്തരപ്പെട്ടു. അങ്ങനെയാണ് വിജാതികള്, പാപികള്, വേശികള് ഒക്കെ ഈശോ വന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, സ്നാപകയോഹന്നാനെ പ്രസംഗിച്ചപ്പോൾ അവര് മനസ്സാന്തരപ്പെട്ടു. പക്ഷെ നമ്മളൊക്കെ മറ്റേ ഗ്രൂപ്പിലാണ്. പോകാമെന്ന് പറയും, പക്ഷെ പോവുകയില്ല. കാരണം നമ്മളെല്ലാം ഞായറാഴ്ച പള്ളി വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചില ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് കുറ്റബോധമില്ല. അതുകൊണ്ട് സ്വയം ആലോചിച്ച് നോക്ക്, ഞാൻ സംസാരിച്ചിട്ട് എത്ര നാളായി? ആത്മസാരം മുടങ്ങി എത്രയോ ആളുകളുണ്ട് നമ്മുടെ കൂടെ. ഈ എല്ലാ വാർഷിക ധ്യാനത്തിൽ പോലും പങ്കെടുക്കാത്ത എത്രയോ ആളുകളുണ്ട്. കാരണം എനിക്കതിന് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയം ഓക്കെ, പക്ഷെ അതേ ശാഖോട്ടോ ഓക്കെ. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥാവിശേഷം. അപ്പൊ അവിടെയാണ് ഈ നോമ്പാചരണത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് കുരിശോലം തിരുനാളിന് കുരിശു വരച്ചാലും, കുരുത്തോലം തിരുനാളിന് കുരുത്തോലം പിടിച്ചാലും നമ്മൾ നല്ലവരാകുകയല്ല. നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് ഞാൻ പാപിയാണ് എന്നുള്ള ആ അല്ലെങ്കിൽ ധൂർത്തപുത്രന്റെ കഥയിലെ ധൂർത്തപുത്രനെ പോലെ ദൈവസന്നിധിയിൽ എളിമപ്പെടാൻ, എന്റെ പാപങ്ങൾ ഏറ്റുപറയുവാൻ, എനിക്ക് പരിവർത്തനം വരുത്തുവാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ ഇത് വെറും ആചാരാനുഷ്ഠാനങ്ങളായി തീരും. അതുകൊണ്ട് നിയമവാസികളോട് പറഞ്ഞു, നിനക്ക് 40 ദിവസമുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്ക് എത്ര ദിവസമുണ്ട് എന്റെ ജീവിതത്തിൽ? ഇത്രയും കാലം എനിക്കുണ്ടായിരുന്ന ആയുസ്, എനിക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ എന്തുമാത്രം ഞാൻ നഷ്ടപ്പെടുത്തി കളയും. എങ്കിൽ ഇനിയുള്ള സമയം എങ്കിലും അതെനിക്ക് 1 ദിവസമാണോ, 2 ദിവസമാണോ, 1 കൊല്ലമാണോ, 2 കൊല്ലമാണോ, 5 കൊല്ലമാണോ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമുക്ക് ആകസ്മികമായി എത്ര ആളുകൾ രോഗം മൂലം, അപകടം മൂലം അല്ലാതെ ഒക്കെ മരിച്ചു പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യുവാനായിട്ട് ആവശ്യമുള്ള ആണ് എന്ന് നമ്മൾ അനുസ്മരിക്കുകയാണ്. So for the young people, today we are going to invoke the ashes. What is the symbol of this ash? It reminds us the temporality of our life. We don't know how long we will live, but we know that this body that we try to beautify will not last long. It will be, we know that these leaves were once a part of the palm, and then what happened? It was beautiful, it was colorful, it was alive, and later it becomes dead. And then when we use fire, it becomes ash. It's only carbon, nothing else. And it can be used as a fertilizer. Other than that, it is nothing. But we have a soul. So it reminds that we have to live not only for this world, but for a world that is for ever. And so the life is temporary. And so we have to focus on the eternal life. So that is why when Jesus preached in Capernaum and other important places, some people did not repent. And then Jesus said in Matthew chapter 11 verse 21, if the mighty deeds done in you had been done in Tyre and Sidon, that is Gentile area, they would have long ago repented in sackcloth and ashes. So we are blessed with God because we are not living in a war zone. We are living in the protection of good parents and also good environment, good social situation. You are not starving at all. You are living in luxury. You have good cars, good houses. But with that, we also have to, God has done mighty deeds among us, but we have to repent and we have to admit that we are committing sin. Because no human being can say, oh, I am a saint, I am perfect. Because we have to look into ourselves and see how we commit sins. Then we are not just invoking ashes like this. Hindus do 3 lines. That's a symbol of Hinduism. But for us, we use it in the sign of the cross. What is the meaning of the cross? Because our salvation, even when we are committing sins, our salvation is through the cross. So because Jesus had extended his hands to us to
to embrace us, to forgive us, to bless us, and to do good things for our others. And so also, we have to extend our hand in front of God, saying that we are sinners. And we have to extend our hand to help others, to support others, to give charity. And at the same time, there is a vertical line. The vertical line is God coming down towards us to save us, humbling at Himself. And at the same time, Jesus is lifting us towards heaven. So also we have to humble ourselves. We have to come down. And then we have to lift, along with Jesus, our soul to God. And also we have to lift up the people in the society who needs our help. And why we use on the forehead? Forehead is the closest to our brain. It is considered as close to our thoughts, our decisions, our intentions. So we pray that all the sins that we have committed with the body intentions is to be forgiven. And then the words that we use usually is remember that you are dust, and to dust you shall return. That is a quote from the book of Genesis chapter 3 verse 19, where God said to Adam that you are taken from the dust, because out of clay you were formed, and now your body will return there, but your soul will be lifted up. Or in the Latin Bible, they quote from the Mark chapter 1 verse 15, saying that repent and believe in the gospel. So that is a message. We have to repent ourselves, and we have to go repent to practicing the gospel. So there are three pillars for the observance of this Lent. One is fasting, second is prayer, and then almsgiving. So fasting means control our own desires. Sometimes we have lust, we have feelings for enjoying the pleasures of this life. But we have to have some spiritual discipline. And then the prayer is strengthening our relationship with God. And then almsgiving, that means generosity and concern for the poor. That is the example that Jesus had shown during his public ministry. So when a rich man approached Jesus, what can I do? I keep all the commandments. Jesus said, you are lacking one thing. You have to sell your property, give to the poor, and follow me. So we need riches, but at the same time, you should not be selfish. You should be willing to share with others. So we have the biblical examples of repentance, like the Ninevites who were fasting in sackcloth and ashes. At the same time, they were willing to change their style of life. And Zacchaeus, when Jesus went to his house, he, out of his own willingness, he volunteered that he was willing to give half of his money to the poor. And then whatever he had received others, he will give 7-fold. So we should be able to compensate for the mistakes we have done, at the same time give to the poor. So as we have the imposition of ashes, like just like the prodigal son, humble ourselves, repent of our sins, and also pledge to have a spiritual renewal.